എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 5-ാം തീയതി രാവിലെ 10 മണി മുതൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിലെ ഫസ്റ്റ് അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ പ്രസ്തുത അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകളുമായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പ്രവേശന സമയത്ത് ഹാജരാവേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷനായിട്ട് ഹാജരായിരിക്കണം. അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതും പ്രവേശന സമയത്ത് അടയ്ക്കേണ്ട ഫീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം സ്കൂളിൽ അടയ്ക്കേണ്ടതുമാണ്. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാം. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. താൽക്കാലിക പ്രവേശനം നേടുന്നവർ അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ ആവശ്യമുള്ള ഏതെങ്കിലും ഉയർന്ന ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം, അതായത് റദ്ദാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യ അലോട്ട്മെൻറ്റിൽ ഇടം നേടാത്തവർ അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായിട്ട് കാത്തിരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നുകിൽ സ്ഥിരപ്രവേശനമോ അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനമോ നിർബന്ധമായിട്ടും നേടിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങളുടെ ആ ഒരു ലോഗിനിൽ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ അതായത് ആ ഒരു ഫസ്റ്റ് അലോട്ട് റിസൾട്ട്സ് എന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളിൽ അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 1-ാം പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള 2-ാം ഭാഷയും രേഖപ്പെടുത്തി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാവും ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ അസൽ അതായത് ഒറിജിനൽ ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സമയം അനുവദിക്കുന്നതാണ്. പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുന്ന യോഗ്യത തെളിയിക്കുന്നതിനുള്ള പകർപ്പുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്വീകരിക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ സ്കൂൾ അധികൃതർ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പ്രസ്തുത റിസൾട്ടിൻ്റെ സാധ്യത ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവേശന സമയത്ത് TCയുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. അനുബന്ധമായിട്ട് ഉള്ളടക്കം ചെയ്തിട്ടുള്ള സർക്കുലറിൽ നിർദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടത്. അതുപോലെ അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം രക്ഷിതാക്കളോടൊപ്പം നിർബന്ധമായിട്ടും സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് പറയുന്നത് ഈ ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലിസ്റ്റും കൊണ്ടുപോയാൽ മതിയാകും. അടുത്തത് TC ആണ്. പിന്നീട് സ്വഭാവ സർട്ടിഫിക്കറ്റ്, പിന്നീട് ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, പിന്നീട് ടൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ള ആ ഒരു എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. രണ്ടാമത്തേതായിട്ട് പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്നും SSLC വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല. അതുപോലെ തന്നെ മറ്റ് ബോർഡുകളിലെ പരീക്ഷ വിജയിച്ചിട്ടുള്ള അപേക്ഷകർക്ക് കുറഞ്ഞ പ്രായപരിധിയിലും ഉയർന്ന പ്രായപരിധിയിലും 6 മാസം വരെ ഇളവ് അനുവദിക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അധികാരമുണ്ട്. അത്തരം വിഭാഗക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡുകളിൽ നിന്ന് SSLC വിജയിച്ചിട്ടുള്ള അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 6 മാസം വരെ ഇളവ് അനുവദിക്കുന്നതിനായിട്ട് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരം ഉണ്ട്. അത്തരം വിഭാഗക്കാർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി മേൽപ്പറഞ്ഞ പ്രകാരമുള്ള പ്രായപരിധി ഇളവുകൾ അനുവദിക്കാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ്. അത്തരം വിഭാഗക്കാർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നൽകുന്ന പ്രായപരിധി ഇളവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി വിഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഈ ഒരു 40% കുറയാതെ വൈകല്യം ഉണ്ടെന്ന് തെളിയിക്കുന്നതിനായിട്ട് അംഗീകൃത മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സാമുദായിക സംവരണം പരിശോധിക്കുന്നതിനായിട്ട് SSLC ബുക്കിലെ സാമുദായിക സംവരണം മതിയാകും. എന്നാൽ SSLC ബുക്കിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സാമുദായിക വിവരമാണ് നിങ്ങളുടെ സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് അതായത് ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. OEC വിദ്യാർത്ഥികൾ റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അനുബന്ധം 3-ൽ ഉൾപ്പെട്ടിട്ടുള്ള OBH വിഭാഗത്തിലെ അത് അനുബന്ധം എന്ന് പറഞ്ഞാൽ HSK വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അതായത് അപ്പൻഡിക്സ്
3 എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. അതാണ് അതിലുള്ള OBH വിഭാഗക്കാർ റവന്യൂ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, അത് ഇൻകം സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഫീസ് ആനുകൂല്യം ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ തമിഴ് കന്നഡ ഭാഷ ന്യൂനപക്ഷമാണെങ്കിൽ ആ ഒരു വിവരം യോഗ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ മാതൃഭാഷയുടെ 1ാം ഭാഷ അതുപോലെ കോളത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലാത്ത പക്ഷം രജിസ്ട്രേഷൻ ചെയ്ത് തദ്ദേശ ഭരണ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി, ചെയർമാൻ, പ്രസ്തുത സംഘടനയുടെ അംഗത്വം രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ ഹെഡിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ താമസിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നവർ SSLC ബുക്കിൽ ആ ഒരു വിവരങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അതുപോലെ തന്നെ NCCക്ക് 75% ഹാജരുണ്ടെന്ന NCC ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൗട്ട് വിഭാഗത്തിലെ ബോണസ് പോയിന്റിന് അർഹതയുണ്ടാകും. ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാന്റെ ആശ്രിതർ എന്നുള്ളവർ പ്രസ്തുത ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച എക്സ് സർവീസ് ജവാന്റെ ആശ്രിതർ എന്നുള്ളതിന് സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്ക് SPC പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ ടൈ ബ്രേക്കിന് പോയിന്റ് നൽകുന്ന NTSC, NMMSC, USS, LSS ഒഴികെയുള്ളവ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് പങ്കെടുത്തതായിരിക്കണം. അതുപോലെ തന്നെ NTSCക്ക് പോയിന്റ് ലഭിക്കാൻ 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് SCERT, NCERT നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിലെ അനുബന്ധം 4 മാതൃകയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ലിറ്റിൽ കൈറ്റ്സിനുള്ള ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് കൈറ്റ് നൽകിയിട്ടുള്ള A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ മുന്നോക്ക സമുദായക്കാരിൽ പിന്നോക്കം നിൽക്കുന്നവർക്കായിട്ട് EWS വിഭാഗത്തിൽ 10% സംവരണ സീറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ്, അത് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർ ആയിരിക്കണം. EWS റിസർവേഷൻ ആവശ്യമുള്ള അനക്സ്റ്റർ 1 മാതൃകയിൽ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അനക്സ്റ്റർ 3 മാതൃകയിൽ കൊടുത്തിട്ടുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഈ ഒരു അനക്സ്റ്റർ എന്നുള്ളത് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേക പരിഗണന ഉൾപ്പെടുത്തുന്ന എല്ലാ വിവരങ്ങൾക്കും വേണ്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടതിനാൽ എല്ലാ സർട്ടിഫിക്കറ്റ് നമ്പറും വിദ്യാർത്ഥികൾ ഈ ഒരു തീയതിയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എല്ലാ സർട്ടിഫിക്കറ്റിലും നമ്പറും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ അത് ഓൾറെഡി അതിലുണ്ടാവും. അതുപോലെ LSS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിൽ AEO നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ LSS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. USS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ USS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷാ ഭവനിൽ നിന്നും നൽകിയിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ NMMS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ റിസൾട്ട് പേജ് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.